അപ്പോൾ സൂപ്പർ പവർ എന്നാൽ എന്താണ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ലോകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം, സാമ്പത്തിക ശക്തി വളരെ ഉയർന്നതായിരിക്കണം, അതുപോലെ തന്നെ ആണവ ശക്തിയായിരിക്കണം നമ്മൾ, ഒപ്പം സ്വയം പര്യാപ്തത നേടിയ രാജ്യമായിരിക്കണം. അങ്ങനെ സൂപ്പർ പവറായിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ്? അപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന ഇതിനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സത്യത്തിൽ അമേരിക്ക ഒരു സൂപ്പർ പവറാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തമായി യുദ്ധവിമാനവും യുദ്ധക്കപ്പലും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾക്കും അമേരിക്ക ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ട്രേഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് ഹബിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം. എന്തിന്? അപൂർവ ധാതുക്കൾ വേണം വിമാനം ഉണ്ടാക്കാനായിക്കോട്ടെ, മൊബൈൽ ഫോൺ ഉണ്ടാക്കാനായിക്കോട്ടെ, എന്തിന് ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കാൻ പോലും റെയർ എർത്ത് വേണമെങ്കിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം. ഇനി ഇപ്പുറത്തേക്ക് മാറി റഷ്യയുടെ കാര്യം എടുത്താലോ, റഷ്യ അമേരിക്കയെക്കാളിലും ചൈനയെക്കാട്ടിലും വലിയ രാജ്യമൊക്കെയാണ്. പക്ഷേ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 12 കോടിയുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കം നിൽക്കും. ഇനി ചൈനയെ എടുത്താൽ ചൈന സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റു വിമാനങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ റഷ്യൻ സാങ്കേതികവിദ്യ വേണം. അപ്പോൾ ഇവരാരും തന്നെ സ്വയം പര്യാപ്തത നേടിയ രാജ്യങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടേക്കാണ് നമ്മൾ ഒരു മേജർ പവറായി നിലകൊള്ളുന്നത്. അപ്പം മേജർ പവർ എന്ന് പറയുന്നത് സായിപ്പന്മാർ ഒരു കാറ്റഗറി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളെ കൂടാതെ ഫ്രാൻസ് ഉണ്ട്, ജപ്പാനുണ്ട്, ജർമ്മനിയുണ്ട്, അതുപോലെ തന്നെ UK ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. അപ്പം ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മേജർ പവറിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയാണ്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബോംബർ യുദ്ധവിമാനം നിർമ്മിക്കുന്നു. കാരണം നമുക്കിതുവരെ അങ്ങനെ ഒരു യുദ്ധവിമാനം ഉണ്ടായിരുന്നില്ല. അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും പിടിച്ചെടുക്കാനോ ഒന്നും ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നില്ല പണ്ട് മുതലേ. പക്ഷേ കാലം മാറിയതോടുകൂടി ലോകത്ത് എപ്പോൾ വേണമെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാം എന്നതുകൊണ്ടും നമുക്ക് നേരെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഉൾപ്പെടെ അയൽ രാജ്യങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടും നമുക്കും ഒരു ബോംബർ വിമാനം നിർമ്മിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.